ഹലോ എല്ലാ കൂട്ടുകാർക്കും സ്പോർട്സ് ന്യൂസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്ത്യൻ നാഷണൽ ഫുട്ബോൾ ടീമിൻ്റെ AFC ഏഷ്യൻ കപ്പ് ക്വാളിഫയറിലെ മൂന്നാം റൗണ്ടിലെ രണ്ടാം മത്സരം അങ്ങനെ അവസാനിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം. അതിൽ ഇന്ത്യ എതിരില്ലാത്ത ഒരു ഗോളിന് ഹോങ്കോങ്ങിനോട് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നിലവിൽ പലർക്കും അറിയില്ല ഇന്ത്യക്ക് ഇനി ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ, ഇന്ത്യ ക്വാളിഫൈ ചെയ്യുമോ എന്നൊക്കെ. ആദ്യം നമുക്ക് കഴിഞ്ഞ മത്സരത്തിലെ ഒരു ഹൈലൈറ്റ്സ് നോക്കാം, ഒരു റൗണ്ട് അപ്പ് നോക്കാം. മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ പെർഫോമൻസ് തന്നെയാണ്. എനിക്ക് കളി കണ്ടു വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഭേദപ്പെട്ട പ്രകടനം കഴിഞ്ഞ മത്സരത്തിനേക്കാൾ നേടിയെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു രീതിയിലൊരു മെച്ചപ്പെടൽ ഇന്ത്യൻ ടീമിൻ്റെ ഭാഗത്തുനിന്നില്ല. ഇതേ ടീമിനെ, ഹോങ്കോങ് ടീമിനെ 2022 എതിരില്ലാത്ത 2 ഗോളുകൾക്ക് ഇന്ത്യ തോൽപ്പിച്ചിട്ടുള്ളതാണ്. ആ ഒരു ടീമിനെയാണ് വീണ്ടും ഇന്ത്യ ഇപ്പോൾ നേരിട്ടിരിക്കുന്നതും. അത് ഇത്രയും വലിയൊരു കോമ്പറ്റീഷനിൽ എവേ മത്സരമായിരുന്നു. ആദ്യ മത്സരത്തിൽ ഇന്ത്യയിൽ ബംഗ്ലാദേശിനോട് സമനിലയായിരുന്നുവെങ്കിൽ രണ്ടാം മത്സരത്തിൽ ഹോങ്കോങ്ങിൽ ഇതില്ലാത്ത ഒരു ഗോളിന് തോൽക്കുകയുണ്ടായത്. ആ ഗോൾ അവർ വഴങ്ങിയത് ലാസ്റ്റ് ഇഞ്ചുറി ടൈമിന് ലാസ്റ്റ് മിനിറ്റാണ് ആ ഗോൾ നേടിയത്. അവർ ഇന്ത്യൻ ടീമിനെ തീർച്ചും നിർഭാഗ്യകരം എന്ന് തന്നെ പറയാം. മത്സരത്തിൽ തുടങ്ങിയപ്പോൾ വളരെ മികച്ച രീതിയിൽ തന്നെ കളിക്കുകയായിരുന്നു. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഒരുപാട് നല്ല ചാൻസ് ഇന്ത്യൻ ടീമിനെ കിട്ടി. കളി ഏകദേശം ഇരു ടീമുകളും ഒരേ രീതിയിൽ തന്നെയായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇന്ത്യ ഒരിക്കലും വിട്ടുകൊടുക്കുന്ന ഒരു രീതിയിലല്ലായിരുന്നു കളി നടന്നുകൊണ്ടിരുന്നത്. രണ്ടാം പകുതിയിലേക്ക് വന്നപ്പോഴും അതുതന്നെയായിരുന്നു. ഇന്ത്യ ആദ്യം അറ്റാക്കിംഗ് ചെയ്ത് തന്നെയാണ് കളിച്ച ഇരു ടീമുകളും. എന്നാൽ കളിയുടെ അവസാന മിനിറ്റിൽ, ഇഞ്ചുറി ടൈമിൻ്റെ അവസാന മിനിറ്റിൽ വിശാൽ കീത്തിൻ്റെ ഭാഗത്ത് നിന്ന് വന്നൊരു ഫൗളിൽ വിശാൽ കീത്തിന് യെല്ലോ കാർഡ് ലഭിക്കുകയും ഹോങ്കോങ് ടീമിന് ഒരു പെനാൽറ്റി ലഭിക്കുകയും ആ പെനാൽറ്റി കറക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുകയും ഇന്ത്യ 0-നെതിരെ ഒരു ഗോളിന് ഹോങ്കോങ് പരാജയപ്പെടുത്തുകയാണ് ഉണ്ടായത്. മത്സരത്തിൽ മികച്ചൊരു സ്റ്റാർട്ടിംഗ് 11 ലൈനപ്പ് തന്നെയായിട്ടാണ് ഇറങ്ങുന്നത്. സുനിൽ ഛേത്രി, രാഹുൽ ബേക്കെ, മഹേഷ് നയോറം, ബോറിസ് സിംഗ് എന്നിവർ സൈഡ് ബെഞ്ചിലായിരുന്നു. ഈ 4 പേരെയും രണ്ടാം പകുതിയിൽ കളിക്കളത്തിലേക്ക് ഇറക്കുകയുണ്ടായി. മണോളോ മാർക്കസ്, അപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡിൻ്റെ ഹോങ്കോങ് ആണ്, അതായത് ഹോങ്കോങ് നാഷണൽ ടീമിൻ്റെ കോച്ച് എന്ന് പറയുന്നത് ആഷ്ലി വെസ്റ്റ്വുഡ് ആണ്. നമുക്കറിയാം, ഇംഗ്ലീഷ് ഫുട്ബോളറാണ്, ഒരു പ്രമുഖ ഫുട്ബോളറാണ്. അദ്ദേഹമാണ് ഹോങ്കോങ്ങിൻ്റെ ഹെഡ് കോച്ച്. അതുപോലെ മണോളോ മാർക്കസ് ആണ് ഇന്ത്യൻ ടീമിൻ്റെ ഹെഡ് കോച്ച്. ആദ്യ 11-ൽ മികച്ച രീതിയിൽ തന്നെയായിരുന്നു പെർഫോമൻസ് നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ രണ്ടാം പകുതിയിൽ മാറ്റങ്ങൾ വരുത്തിയത് കൊണ്ട് തന്നെ വലിയൊരു മാറ്റങ്ങളൊന്നും തന്നെ ഒരു പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. ഒരു ഡീസൻറ്റ് പെർഫോമൻസ് തുടർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അവസാനമായിട്ട് ഒരു ഗോളും വഴങ്ങി അതോടുകൂടി മത്സരം തോൽക്കുകയും ഉണ്ടായി. ഇനി ഇന്ത്യക്ക് AFC ഏഷ്യൻ കപ്പിൽ ക്വാളിഫൈ ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും സാധിക്കും. ഇനി 4 മത്സരങ്ങൾ കൂടി അവൈലബിൾ ആണ്. സിംഗപ്പൂരിനെതിരെ 2 മത്സരങ്ങൾ, ബംഗ്ലാദേശ് ഹോങ്കോങ് ടീമിനെതിരെ ഓരോ മത്സരങ്ങൾ എന്ന് മാത്രമാണുള്ളത്. ഹോങ്കോങ്ങിനെതിരെ ഒരു ഹോം മത്സരം ഉൾപ്പെടെ ഉണ്ട്. അപ്പോൾ കണ്ടന്റ് അറിയണം. ഇനി ഒക്ടോബർ മാസങ്ങളിലാണ് മത്സരങ്ങൾ വീണ്ടും തുടങ്ങുക. ആ വിൻഡോയിലായിരിക്കും. അപ്പോൾ ഇന്ത്യൻ ടീം എങ്ങനെയായിരിക്കും ഇനി AFC ഏഷ്യൻ കപ്പിൽ പെർഫോം ചെയ്യുക? ഈ വർഷം AFC ഏഷ്യൻ കപ്പ് 2027 സൗദിയിൽ നടക്കുന്ന കപ്പിൽ ഇന്ത്യക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിച്ചാൽ വളരെ ഒരു നേട്ടമായിരിക്കും. ഇന്ത്യക്ക് അത് ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ വളരെ വലിയൊരു തിരിച്ചടിയായിരിക്കും ഭാവി ഉണ്ടാവുക. ഇന്ത്യൻ ഫുട്ബോൾ ടീമിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഇത് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു കപ്പിനോട്ടുള്ള പ്രവേശനം തന്നെ. AFC ഏഷ്യൻ കപ്പിൽ എങ്ങനെ കളിക്കുന്നു എന്നതിലല്ല, അതിലൊരു യോഗ്യത നേടുക എന്ന് തന്നെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയൊരു ആവശ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹോങ്കോങ്ങിനെതിരെ ജയിച്ചാൽ ഇന്ത്യൻ ടീമിൽ കളിക്കുന്ന ഞങ്ങൾക്ക് സ്പെഷ്യൽ ബോണസൊക്കെ ഓൾറെഡി ഓഫർ ചെയ്തിരുന്നാൽ ഇന്ത്യ മത്സരം തോൽക്കുകയാണ് ഉണ്ടായത്. തീർത്തും വമ്പൻ പരാജയത്തിലേക്കാണ് ഇന്ത്യ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളെങ്കിലും ജയിച്ചില്ല എങ്കിൽ ഇന്ത്യൻ ഫുട്ബോൾ തകർന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ കണ്ടന്റ് അറിയാം, ഇന്ത്യൻ നാഷണൽ ടീം ഇനി തിരിച്ചുവരവ് നടത്തുമോ എന്നും AFC ഏഷ്യൻ കപ്പിലേക്ക് ക്വാളിഫൈ ചെയ്ത് ഇന്ത്യൻ റാങ്കിങ്ങിൽ ഉയർച്ചയിലേക്ക് എത്തുമെന്നും. നിലവിൽ ഇന്ത്യയേക്കാൾ റാങ്ക് കുറഞ്ഞ ടീമുകളോടാണ് ഇന്ത്യ തോൽക്കുന്നതും സ്ഥിരമായി സമനിലകൾ വഴങ്ങുന്നതും. അപ്പോൾ കണ്ടന്റ് അറിയാൻ എന്തായിരിക്കും നടക്കുക എന്ന്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം പോവുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം.